ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. മേഘത്തേരിലേറി നാഥൻ വരും. അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും. വാനമേഘത്തേരിലേറി നാഥൻ വരും. അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും. ഒരുങ്ങാം, നമുക്കൊരുങ്ങാം. നാഥന്റെ വരവിനായി കാത്തിരിക്കാം. എന്നാത്മനാഥ സ്വർഗീയ രാജ, നിൻ ദിവ്യരാജ്യത്തു ചേർത്തിടണേ. എന്നാത്മനാഥ സ്വർഗീയ രാജ, നിൻ ദിവ്യരാജ്യത്തു ചേർത്തിടണേ. വാനമേഘത്തേരിലേറി നാഥൻ വരും. അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും. തിരുവചനം പാലിച്ച പ്രിയരെ തൻ വലം ഭാഗത്ത് ചേർക്കുമവൻ. തൻ തിരുവചനം പാലിച്ച പ്രിയരെ തൻ വലം ഭാഗത്ത് ചേർക്കുമവൻ. തന്നോടു കൂടെ നിത്യം വസിക്കാൻ സ്വർഗീയ നാട്ടിലേക്കാനയിക്കും. തന്നോടു കൂടെ നിത്യം വസിക്കാൻ സ്വർഗീയ നാട്ടിലേക്കാനയിക്കും. എന്നാത്മനാഥ സ്വർഗീയ രാജ, നിൻ ദിവ്യരാജ്യത്തു ചേർത്തിടണേ. എന്നാത്മനാഥ സ്വർഗീയ രാജ, നിൻ ദിവ്യരാജ്യത്തു ചേർത്തിടണേ. വാനമേഘത്തേരിലേറി നാഥൻ വരും. അന്ത്യവിധിക്കായി മണ്ണിൽ വീണ്ടും വരും.
അതിനിടയ്ക്ക് അപ്പുറം ഇടങ്ങളായാണ് നമ്മൾ ദേവാലയങ്ങൾ പണികഴിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ ദേവാലയങ്ങളിലും കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ഇടവകയെ സംബന്ധിച്ച് ഇന്ത്യയിലും ധന്യമായ ഒരു ദിവസമാണ്. 410 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഇടവകയ്ക്ക് ഇന്നുള്ള ഈ ദേവാലയം കിട്ടിയത് 1986 ജനുവരി 26-ാം തീയതിയാണ്. ഈ ദേവാലയം ആശീർവദിക്കപ്പെട്ടിട്ട് കൃത്യം 33 വർഷങ്ങൾ പൂർത്തിയാകുന്ന ജനുവരി 26 എന്ന ദിനത്തിൽ ഈ അൽത്താരയിൽ ഒരാൾ കൂടി കത്തോലിക്ക സഭയിലെ പുരോഹിതനാകുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ 1951 ഓഗസ്റ്റ് 15-ന് റോമിൽ സ്ഥാപിച്ച കാരുണ്യ സ്നേഹത്തിന്റെ പുത്രന്മാർ അഥവാ സൺസ് ഓഫ് മെർസിഫുൾ ലവ് എന്ന സന്യാസ സഭയിലെ അംഗമായാണ് റവറൻഡ് ഡീക്കൻ ലിലിദാസ് ഇന്ന് പുരോഹിതനാകുന്നത്. ലിലിദാസിന്റെയും ലൈലാമയുടെയും 2 മക്കളിൽ ഇടയനായി 1988 സെപ്റ്റംബർ 21-ാം തീയതി ജനിച്ചു. 1989 ജനുവരി 4-ാം തീയതി ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിൽ അംഗമായി. കൈതക്കോട് ഗവൺമെന്റ് LTSലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊടുവിൽ 1998 ജനുവരി 4-ാം തീയതി പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തുടർന്ന് മുളവന PKJUPSലും ചീക്കൽക്കടവ് KTSPM VHSSലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി 2004 ജൂൺ 3-ാം തീയതി മൈനർ സെമിനാരിയിൽ ചേർന്നു. കാഞ്ഞിരക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിനിടയിൽ 2005 ജനുവരി 2-ാം തീയതി സ്ഥൈര്യലേഖനം സ്വീകരിച്ചു. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം 2010 ജൂൺ 18-ാം തീയതി നൊവിഷ്യേറ്റിൽ പ്രവേശിച്ചു. 2011 ഡിസംബർ 18-ാം തീയതി പ്രഥമ വാഗ്ദാനം നടത്തിക്കൊണ്ട് കാരുണ്യ സ്നേഹത്തിന്റെ പുത്രന്മാർ എന്ന സന്യാസ സഭയിൽ ഔദ്യോഗികമായി ഒരംഗമായി മാറി. തുടർന്ന് മധുര ജെസ്യൂട്ട് കോളേജിൽ പഠിച്ചുകൊണ്ട്
കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയുണ്ടായി. ഒരു വർഷക്കാലത്ത് ഏജൻസിക്ക് ശേഷം 2015 തില്ലേരി ബോധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവശാസ്ത്ര പഠനത്തിനായി ചേർന്നു. ഈ പഠന കാലയളവിനിടയിൽ 2014 ഡിസംബർ 18 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും 2018 മെയ് 22 അഭിമന്യ ശാന്തി റോമൻ പിതാവിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിക്കുകയുമുണ്ടായി. ഡീക്കൻ എന്ന നിലയിലുള്ള 8 മാസത്തെ സേവനത്തിന് ശേഷം ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ലിബിൻ ദാസ് ഒരു പുരോഹിതനാകുകയാണ്. തിരുപ്പട്ടദാന കർമ്മം നടക്കുന്നത് കൊല്ലം രൂപതാധ്യക്ഷൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യപൂജയിലാണ്. ദൈവവചന പ്രഘോഷണാനന്തരമാണ് തിരുപ്പട്ടദാന ശുശ്രൂഷ നടത്തുന്നത്. ലിബിൻ ദാസ് എന്ന മകനെ ഈ ലോകത്തിന് സമ്മാനിച്ച മാതാപിതാക്കളുടെ സന്തോഷത്തിലും ലിബിൻ ദാസ് എന്ന പുരോഹിതന് കത്തോലിക്കാ സഭയ്ക്ക് സമ്മാനിക്കുന്ന എരുവനങ്ങാട് സെന്റ് മേരീസ് ഇടവകയുടെ അഭിമാനത്തിലും നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാം. ഈ ദേവാലയത്തിന്റെ കൂദാശകർമ്മത്തിൽ അൽത്താരയിൽ സുവിശേഷം വായിച്ച പുരോഹിതൻ 33 വർഷങ്ങൾക്ക് ശേഷം അതേ അൽത്താരയിലേക്ക് ഒരു മെത്രാനായി കടന്നു വരുമ്പോൾ ഈ ദേവാലയം ആഹ്ലാദിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ലിബിൻ ദാസ് എന്ന മകനെ, ലിബിൻ ദാസ് എന്ന സഹോദരനെ, ലിബിൻ ദാസ് എന്ന സുഹൃത്തിനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തുവാൻ അഭിമന്യ പിതാവെ പ്രാർത്ഥനയുള്ള പരവതാനി വിരിച്ച് ഈ അൽത്താരയിലേക്ക് അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ബലിയർപ്പിക്കാൻ വരവായി, ബലിവേദിയിൽ വരവായി, ബലിയർപ്പിക്കാൻ വരവായി, ബലിവേദിയിൽ വരവായി, ബലിയർപ്പകനും ബലിവസ്തുവുമാം യേശുവേ കനിയേണമേ. ബലിയർപ്പകനും ബലിവസ്തുവുമാം യേശുവേ കനിയേണമേ. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. തിരി തെളിഞ്ഞു മണി മുഴങ്ങി ബലിവേദി വീണ്ടും ഒരുങ്ങി. കാൽവരിയാഗത്തിൽ പങ്കുചേരാൻ അനുതാപമോടണയാൻ നാം ഒന്നു ചേരുകയായി. ബലിയർപ്പിക്കാൻ വരവായി, ബലിവേദിയിൽ വരവായി. പാപകടങ്ങൾ പോക്കും യേശുവിൻ ബലി, പരിശുദ്ധി പകരുമി പരമയാഗം. സ്വർഗാധിസ്വർഗവും ഭൂതലവും സ്വർഗീയ വൃന്ദവും മാനവരും ഒരുമയോടിന്നണി ചേരുകയായി. സ്നേഹത്തിൻ ബലിയർപ്പിക്കാൻ ഒരുമയോടിന്നണി ചേരുകയായി. സ്നേഹത്തിൻ ബലിയർപ്പിക്കാൻ. സമാധാനം നിങ്ങളോടുകൂടെ. കാരുണ്യ സ്നേഹത്തിൻ്റെ മക്കളുടെ ബഹുമാനപ്പെട്ട
വൈദികരെ ഇന്ന് തിരുപ്പട്ടം സ്വീകരിക്കാൻ പോകുന്ന ബ്രദർ വിബിൻദാസ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ദേവാലയത്തിൻ്റെ സമർപ്പണത്തിന് 33 വാർഷികമാണ്. ആമുഖത്തിൽ നാം കേട്ടതുപോലെ ഇടവക സമൂഹം ആകുന്ന ദേവാലയം പ്രാർത്ഥിക്കുന്നതിൻ്റെയും ക്രിസ്തുസാക്ഷ്യം വഹിക്കുന്നതിൻ്റെയും ശക്തമായ തെളിവാണ് വൈദിക സന്യസ്ത ദൈവവിളികൾ. വൈദിക സന്യസ്ത ദൈവവിളികൾ അവർ വൈദികരായതിനു ശേഷവും സന്യാസമുഖ്യപ്രദവാക്കുന്നതിന് ശേഷവും അതിൻ്റെ പവിത്രതയിൽ നിലനിൽക്കണമെങ്കിൽ ഇടവക സമൂഹം സ്നേഹത്തോടെ കരുതലോടെ ദൈവവിളികളെ സംരക്ഷിക്കുവാൻ തയ്യാറാവണം, പ്രാർത്ഥിക്കണം. ദൈവവിളികൾ സ്വീകരിച്ചവരും ഇതേ പ്രതിനന്ദിയോടെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, തനിക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിരന്തരം പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളിയെ തിരിച്ചറിയുമ്പോഴാണ് അത് ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ നമ്മൾ പരിശ്രമിച്ച് തുടങ്ങുന്നത്. കാലത്തിലും അകാലത്തിലും സുവിശേഷം പ്രസംഗിക്കുക, കർത്താവായ യേശുവിനെ കൊടുക്കുക എന്നതാണ് അർത്ഥം. കാരണം ദൈവവചനം സുവിശേഷം യേശു തന്നെയാണ്. കർത്താവായ യേശുവിനെ നമുക്ക് ലഭിച്ച കർത്താവിനെ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാണ് ശുശ്രൂഷ പൗരോഹിത്യവും സന്യസ്ത ദൈവവിളികളും കർത്താവ് സഭയിൽ വളർത്തിയത്. ലോകത്തിൽ സുവിശേഷ അരൂപി കൊണ്ട് നടക്കുകയും ലോകാരൂപിയെ നിശേഷം മാറ്റുവാനുള്ള കടമയുണ്ടെങ്കിൽ വൈദിക സന്യസ്ത സമൂഹത്തിന് സഭയുടെ കെട്ടുറപ്പിന്, സഭയെ വളർത്തുന്നതിന് ആത്മാക്കളുടെ ദാഹത്തോടെ, ആത്മാക്കളുടെ വേണ്ടിയുള്ള ദാഹത്തോടെ എത്തിക്കുന്നതിന് കടമയുണ്ട്. എനിക്ക് കർത്താവ് തന്ന ദൈവവിളി അൽമായനായിട്ടാണോ, വൈദികനായിട്ടാണോ, സന്യസ്തനായിട്ടോ ആ ദൈവവിളിയെ സ്നേഹിക്കുക. കർത്താവ് തന്ന ദാനമാണ്. ആ ദാനത്തെ ശരിയായി ഉപയോഗിക്കുക. അതായിരിക്കും വലിയ സന്തോഷമാണ്. ആ സന്തോഷമാണ് ഓരോ ഇടവകയിലും കാണേണ്ടത്. ബാഹ്യമായ ആഘോഷങ്ങളെക്കാളുപരി ഹൃദയത്തിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിച്ചവൻ ദൈവകൃപയ്ക്കനുസരിച്ച് വളരുന്നതിനുള്ള ആ സന്തോഷം ഉണ്ടാവണം. അത് എല്ലാ ഇടവകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ ശുശ്രൂഷകരെ കർത്താവ് തരും. ഈശോ പറഞ്ഞില്ലേ, വിളവധികമാണ്, വേനൽക്കാർ ചുരുക്കമാണ്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ഈ തിരുക്കർമ്മം അനുഷ്ഠിക്കുമ്പോൾ കൂടുതൽ ദൈവവിളികൾ ഇടവകയിൽ നിന്നത് കൊല്ലം രൂപതയിൽ നിന്ന് വിവിധ ശുശ്രൂഷകൾക്കായി ഉയരട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനെതിരായിട്ടുള്ള അനേകം പ്രലോഭനങ്ങളും അനേകം അവമതിപ്പുകളും ഒക്കെ കാണുമ്പോഴും ധൈര്യത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അകത്തു നിന്നും പുറത്തു നിന്നും പലരുമൊക്കെ ഈ ജീവിതത്തെ എതിർത്ത് പറയുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് ആനന്ദവും ആഹ്ലാദവും തന്നെയാണ്. പ്രിയ സഹോദരരെ, ഈ തിരുക്കർമ്മങ്ങളും ഭക്തിയോടെ പങ്കുകൊള്ളാം. വേറെ പ്രത്യേകിച്ചിരുന്ന വിപിൻദാസിൻ്റെ മാതാപിതാക്കൾക്ക്
സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷെ അതിലേറെ ഇത് ഒത്തിരി ത്യാഗവും പ്രാർത്ഥനയും ഇനിയും മകന് വേണ്ടി നൽകാനുള്ള കടമയുടെ ദിവസമാണ്. അവർക്ക് മാത്രമല്ല, സഹോദരങ്ങൾക്കുമെല്ലാം കൂട്ടുകാർ അത് ഉദ്ധരിക്കുക. ഇന്ന് വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടുവന്ന ഈ സഹോദരനെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹത്തെ ഓർത്ത് പ്രത്യേകം ദൈവത്തിൽ നന്ദി പറയുന്നു. നമുക്ക് ഈ സഹോദരനെ പൂർണ്ണമായും കർത്താവിന് അദ്ദേഹം സമർപ്പിച്ചതുപോലെ നൽകിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവ്യബലി അർപ്പിക്കാം. സഹോദരനെ ഈ ദിവ്യ ദിവസങ്ങൾ കൊണ്ടാടുന്നതിന് നാം യുക്തരാകേണ്ടതിന് നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവായ ദൈവമേ, അങ്ങേ ജനത്തെ ഭരിക്കുന്നതിന് വൈദികരുടെ ശുശ്രൂഷ അങ്ങ് പ്രയോജനപ്പെടുത്തുന്നുവല്ലോ. ഇന്ന് വൈദിക ശുശ്രൂഷയിലേക്ക് അങ്ങ് തിരഞ്ഞെടുക്കുവാൻ തിരുവുള്ളമായ അങ്ങേ സഭയുടെ അങ്ങേ തിരുമനസ്സിനോടുള്ള നിരന്തര വിധേയത്വം നൽകണമേ. അങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷ കർമ്മത്താൽ ജീവിതത്താൽ ക്രിസ്തുവിലും മഹത്വം പ്രാപിക്കാൻ ദൈവം പ്രാപ്തനാകുമാറാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഒന്നാമത്തെ 4-9 വരെയാണ്. നിന്റെ കർത്താവിന്റെ പ്രഭാതം ഇങ്ങനെയായിരുന്നു. നിന്റെ മാതാപിതാക്കൾ നിന്നെ വിവാഹത്തിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും വിചാരി പ്രവാചകനെ നിയമിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആ കർത്താവായ ദൈവമേ, ഞാൻ ശിശുവാണ്, എനിക്ക് സംസാരിക്കാനുള്ള കർത്താവ് ചെയ്തു. ഞാൻ ശിശുവാണ് എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കാനിരിക്കുന്ന എല്ലാവരുടെയും അടുത്തെന്ന് ഞാൻ നിന്നോട് ശ്രദ്ധിക്കുന്നവരെല്ലാം നീ പറയണം. നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോട് പോയില്ല, നീ അവരുടെ മുമ്പിൽ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ചെയ്തു. അനന്തരം കർത്താവ് കൈകൊണ്ട് എൻ്റെ അതിനെ സ്പർശിച്ച് ഉദാഹരണം ചെയ്തു. ഇതാ ഞാൻ നിന്റെ അതിനകത്ത് നൽകുന്നു. കർത്താവിൻ്റെ Shri
സഹോദരരെ, മനുഷ്യരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്കായി പാപപരിഹാരം ബലിയും യാഗവും സമർപ്പിക്കാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിതമാണ്. താൻ തന്നെ ബലഹീനാകയാൽ അജ്ഞരോടും അബദ്ധസഞ്ചാരികളോടും സംഘാതം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. തന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി തന്നെയും അദ്ദേഹം പരിഹാര ബലി സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. അബ്രാഹാമിനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ഒരുവനും ഈ ബഹുമതി സ്വമേധയാ സ്വീകരിക്കുന്നില്ല. അതുപോലെ മിശിഹായും മഹാപൗരോഹിത്യം എന്ന മഹനീയ സ്ഥാനത്തേക്ക് സ്വയം ആരോപണം ചെയ്തതല്ല. നീ എന്റെ പുത്രനാകുന്നു, ഇന്ന് ഞാൻ നിന്നെ ജയിപ്പിച്ചിരിക്കുന്നു എന്ന അവിടത്തോട് അരുൾ ചെയ്ത ആളാണ് അവിടത്തേക്ക് ആ സ്ഥാനം നൽകിയത്. നീ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാകുന്നു എന്ന് മറ്റൊരിടത്തും അവിടുന്ന് അരുൾ ചെയ്തിരിക്കുന്നു. മിശിഹ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്ന ആളിനോട് കണ്ണീരോടും വിലാപത്തോടും കൂടി അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്തു. അവിടുത്തെ ഭയഭക്തി നിമിത്തം അവിടത്തേക്ക് ഉത്തരം ലഭിച്ചു. ദൈവപുത്രനായിരുന്നിട്ടും അവിടുന്ന് തന്റെ പീഡകളുടെ ഇടയിൽ അനുസരണ അഭ്യസിക്കുകയത്രേ ചെയ്തത്. അങ്ങനെ അവിടുന്ന് പരിപൂർണത പ്രാപിക്കുകയും തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം രക്ഷയുടെ ഹേതുവാകുകയും മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം പ്രധാനാചാര്യനായി ദൈവത്താൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്തതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇത് 8 ഭാഗങ്ങളുള്ള ഒരു തിരുക്കർമ്മമാണ്. വൈദികപ്പെട്ട തിരുക്കർമ്മത്തിന്റെ ആദ്യ ഭാഗമായി വൈദിക അർത്ഥിയെ പേര് ചൊല്ലി വിളിക്കുന്നു. അർത്ഥി ദൈവത്തിന്റെ സ്തുതി ചൊല്ലി മെത്രാനെ സമീപിക്കുന്നു. ദൈവജനത്തിന്റെയും ചുമതലപ്പെട്ടവരുടെയും ആഗ്രഹവും സൺസ് ഓഫ് മെർസിഫുൾ ലവ് സഭയുടെ ഫാദർ ജനറൽ റവറൻഡ് ഫാദർ ഔറേലിയോ പെരസിന്റെ അഭ്യർത്ഥനയും മാനിച്ച് മെത്രാൻ അർത്ഥിയെ വൈദിക പദവിയിലേക്ക് തെരഞ്ഞെടുക്കുന്നു. വൈദിക പദവിയിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്ന് മെത്രാൻ പറയുമ്പോൾ നാം എല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി എന്ന് പറയണം. Most Reverend Father, Holy Mother Church, ask you to ordain this man, our brother, for service as priest. Do you judge him to be worthy
as far as Simon, Friday Theologos want to know, I am certain and I testify that he is worthy to undertake the burden of this office. We rely on the help of the Lord God and our Savior, Jesus Christ, and we choose this man, our brother, for priesthood in the Presbyterian order. ദൈവത്തെ നന്ദിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അർത്ഥയ്ക്ക് പൗരോഹിത്യം എന്ന മഹാദാനത്തെക്കുറിച്ചും വൈദിക ധർമ്മത്തെക്കുറിച്ചും മെത്രാൻ ഉദ്ബോധനം നൽകുന്ന സമയമാണിപ്പോൾ. നമുക്കത് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കാം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ബന്ധുവോ മിത്രമോ ആയ ഈ യുവാവ് മിശിഹായിൽ എന്റെ വത്സരപുത്രൻ പുരോഹിത പദവിയിൽ അവരോധിക്കപ്പെടുവാൻ പോവുകയാണ്. ദൈവജനം മുഴുവനും ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളാണെങ്കിലും മഹാപുരോഹിതനായ യേശുക്രിസ്തു ശിഷ്യന്മാരിൽ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് തന്റെ നാമത്തിൽ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുവാൻ നിയോഗിച്ചു. പിതാവായ ദൈവം മിശിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ മിശിഹാനാഥൻ അപ്പോസ്തലന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു. ക്രിസ്തുനാഥൻ അപ്പോസ്തലന്മാരെ പ്രേരിപ്പിച്ച ദൗത്യം ലോക അവസാനം വരെ തുടരുവാനുള്ളതാണ്. മെത്രാന്മാരും അവരുടെ സഹപ്രവർത്തകരായ വ്യക്തിന്മാരും അവർ ഗുരുവും പുരോഹിതനും അജപാലകനുമായ ക്രിസ്തുവിന്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ദൈവജനത്തിന്റെ സേവനത്തിനായി ആത്മാർപ്പണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികന്മാർ. നിങ്ങളുടെ ഈ സഹോദരൻ വൈദിക പദവി കൈവരിക്കുവാൻ പോവുകയാണ്. അതിന് സമ്മതമായ ആദർശങ്ങളെയും ഗൗരവമേറിയ കടമകളെയും കുറിച്ച് ദൈവജന സമക്ഷം വേണ്ടുവോളം ഇദ്ദേഹം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഗുരുവും പുരോഹിതനും അജപാലകനുമായ ക്രിസ്തുവിന് ആജീവനാന്തം സേവനം അനുഷ്ഠിക്കുവാൻ പോവുകയാണ്. ക്രിസ്തുവിന്റെ മൗലിക ശരീരവും ദൈവത്തിന്റെ ജനവുമായ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായി പടുത്തുയർത്തുന്നതിലാണ് പൗരോഹിത്യ ധർമ്മം അടങ്ങിയിരിക്കുന്നത്. തിരുവട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളിയും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപനും ആകുവാൻ ഇദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവാരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, വിശിഷ്യ ദീപബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ ഉടമ്പടിയിലെ പുരോഹിതന്റെ പ്രധാന ചുമതലകൾ. പ്രിയമക്കളെ, നീ ക്രിസ്തുവിന്റെ പുരോഹിതനായി പ്രതിഷ്ഠിക്കപ്പെടുവാൻ പോവുകയാണ്. ലൗകിക ഗുരുവായ ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ സഭയുടെ ബോധന ധർമ്മം യഥാവിധം നിറവേറ്റുക. നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുക. പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ആചരിക്കുക. പ്രിയമകനെ, നീ നൽകുന്ന ദൈവോപദേശങ്ങൾ ദൈവജനത്തിന് ആത്മീയ ഭോജനമായി ഭവിക്കട്ടെ. നിന്റെ ജീവിത വിശുദ്ധിയുടെ നിർമ്മാണം ക്രൈസ്തവ ജനതയ്ക്ക് ആനന്ദം നൽകട്ടെ. തിരുസഭയെ വാക്കാലും പ്രവൃത്തിയാലും പടുത്തുയർത്തുക. ലോകത്തിന്റെ പൗത്രീകരണവും യഥോചിതവും ക്രിസ്തുവിൽ നിർവഹിക്കുക. പൗത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്. പ്രിയമകനെ, ഈ ദിവ്യബലി നിന്റെ കരങ്ങൾ വഴി രക്തരഹിതമായ രീതിയിൽ ഉദാസകരമായി അർപ്പിക്കപ്പെടുന്നതായിരിക്കും. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരുന്ന വിശ്വാസികളുടെ
ത്യാഗ പ്രവൃത്തികളാകുന്ന ആചാര്യ ബലിയും ക്രിസ്തുവിന്റെ ഈ പരമയാഗത്തോട് ചേർന്ന് പൂർണ്ണത പ്രാപിക്കണം. പ്രിയമകനെ, ഈ ദിവ്യകൂദാശയിൽ നീ കൈകാര്യം ചെയ്യുന്നത് എന്തെന്ന് എപ്പോഴും ഓർമ്മ വേണം. നീ അനുഷ്ഠിക്കുന്ന മഹത്തായ രഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണം. മിശിഹായുടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന നീ ഇന്ദ്രിയ നിഗ്രഹം വഴി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുകയും അവിടെ ഉയർപ്പിൽ പങ്കുചേരുകയും ചെയ്യണം. അങ്ങനെ ഒരു വിശിഷ്ട ജീവിത പത്രം കൈവരിക്കണം. ജ്ഞാനസ്നാനം എന്ന ഉദാശയിലൂടെ പൊതുജീവൻ പകർന്നു കൊടുത്ത് ദൈവജന സമൂഹത്തിന്റെ അംഗത്വം വർദ്ധിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. കുംഭസാരം എന്ന ഉദാശയിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും നാമത്തിലാണ് പാപമോചനം നൽകുക. വിശുദ്ധൈര്യം കൊണ്ട് രോഗികളെ അഭിഷേകം ചെയ്യവേ അവർക്ക് ആത്മീയ ശക്തിയും സ്വർഗീയ ആശ്വാസവും പകർന്നു കൊടുക്കുന്നു. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലി ദൈവത്തിന്റെ കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുക. ദൈവജനത്തിനും എന്നല്ല അഖില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ദൈവകാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതെപ്പോഴും ഓർമ്മ വേണം. നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രേക്ഷിത പ്രവൃത്തി തികഞ്ഞ ആനന്ദത്തോടെ പറയേണ്ട സ്നേഹത്തോടുകൂടി അനുഷ്ഠിക്കുക. സ്വന്തം താല്പര്യങ്ങൾ പരിത്യജിച്ച് ക്രിസ്തുവിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുക. പ്രിയ മക്കളെ, തിരുസഭയുടെ ശിരസും സംരക്ഷകനുമായ യേശു ക്രിസ്തു നിറവേറ്റിയിട്ടുള്ള ചുമതലകൾ ഉത്സാഹപൂർവ്വം നിർവഹിക്കുക. മെത്രാനുമായി എപ്പോഴും ഐക്യത്തിലും സൗഹൃദത്തിലും വർദ്ധിക്കുക. ഇതിന്റെ സഭാധ്യക്ഷനോട് പ്രത്യേകമായ വിധത്തിൽ ഐക്യവും സൗഹൃദവും പാലിക്കുക. എല്ലാ വിശ്വാസികളെയും ഈ കുടുംബമായി ഒരുമിച്ച് ചേർത്ത് ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് നയിക്കുക. നല്ലിടയനായ ക്രിസ്തുവിന്റെ പാവനമാക്കുക നിന്റെ കണ്ണുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സേവനം സ്വീകരിക്കുവാനല്ല, സേവനം ചെയ്യാനാണ് അവർ ഈ ലോകത്തിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് അവർ മനുഷ്യനായി പിറന്നത്. ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയ മക്കളെ, അങ്ങനെ നിങ്ങൾ ക്രിസ്തുനാഥനും അനുകൂലരായ പുരുഷന്മാരും ദൈവജനത്തിന് നിസ്വാർത്ഥ സേവകന്മാരുമായി പരിലസിക്കുക. അവർ നിങ്ങളുടെ കാലങ്ങൾ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വഴിത്താരയിലൂടെ നയിക്കുമാറാകട്ടെ. ചെയ്യുന്ന സമയമാണിപ്പോൾ. മെത്രാൻ 4 ചോദ്യങ്ങളാണ് ഡീക്കനോട് ചോദിക്കുന്നത്. രൂപതാധ്യക്ഷന്റെ വിശ്വസ്ത സഹപ്രവർത്തകനായി വർദ്ധിക്കുവാൻ സന്നദ്ധരാണോ? താൻ പരികർമ്മം ചെയ്യുന്ന കൂതാശകൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണോ? ഒരു പുണ്യ ജീവിതം നയിക്കുവാൻ സന്നദ്ധനാണോ എന്നീ 4 ചോദ്യങ്ങൾക്കാണ് വൈദികാർത്ഥി ഇപ്പോൾ ഉത്തരം നൽകേണ്ടത്. പ്രിയമകനെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് അതോടുകൂടി നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ക്രിസ്തുവിന്റെ അധികരണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നീ സന്നദ്ധനാണ്. ദൈവത്തിന്റെ മഹത്വത്തിനും വിശ്വാസങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിന് അനുസൃതമായി ക്രിസ്തുവിന്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശുദ്ധതയോടും കൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണ്. സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസങ്ങൾ പഠിപ്പിച്ചും ദൈവജന പ്രഘോഷണകർമ്മം യഥായുധം നിറവേറ്റുവാൻ സന്നദ്ധനാണ്. സ്വർഗത്തിനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച് മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാനം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധനാണ്. അനുസരണ വാഗ്ദാനമാണ് ഇനി നടക്കുക.